ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഈ കോട്ടയം സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോട്ടയത്തെ പുതിയ മാർക്കറ്റൊക്കെ കണ്ട് നേരെ ലുലു മാളിലെ വർക്ക് സൈറ്റിലോട്ടൊക്കെ പോയി അവിടത്തേക്ക് കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഇരുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലുലു മാളിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു തീം പാർക്ക് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഷോറൂമും കണ്ടായിരുന്നു. അപ്പം ഈ തീം പാർക്കൊക്കെ കണ്ട് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഷോറൂമൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ കോട്ടയം ടൗണിലേക്ക് വന്ന് കോട്ടയത്ത് പഴയ ബോട്ടിയടിയുണ്ട്. അപ്പോൾ ആ പഴയ ബോട്ടിയടിയിലെ കാഴ്ചകളൊക്കെ കാണുന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ തീം പാർക്കല്ല, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 150 രൂപയാണ് ഫീസ്. ഈ പാർക്കിൻ്റെ വർക്കിൻ്റെയും രാവിലെ 11 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ്. ഞാനേതായാലും ഈ പാർക്കിൽ കയറിയില്ല. നമുക്ക് നേരെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഷോറൂമിലേക്ക് പോയേക്കാം. ഈ ഇരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഒരു ക്രൂസിംഗ് ബൈക്കാണ്. സൂപ്പർ മെറ്റിയോർ 650 എന്നതിൻ്റെ പേര്. എന്നുവെച്ചാൽ 650 cc. ഈ ബൈക്കിൻ്റെ സീറ്റ് നല്ലപോലെ താന്നായിരിക്കും കേട്ടോ. നല്ല വീതിയുണ്ട്. നല്ല സുഖമായിട്ട് ചാരി ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യാം. വലിയ മടുപ്പൊന്നും വരത്തില്ല. ആ ഒരു രീതിയിലുള്ള പൊസിഷൻ അതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് 15.7 ലിറ്റർ ഫ്യൂൽ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ എന്ന് വെച്ചാൽ അപ്സൈഡ് ഡൗൺ ആണ്. അത് കുറച്ചുകൂടി യാത്രാസുഖം തരും. റോഡിലൊക്കെ കുറച്ചുകൂടി ഗ്രിപ്പ് തരുന്നൊരു സസ്പെൻഷനാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റും അതുപോലെ അടിപൊളിയാണ്. മോഡേൺ LED ലൈറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വിസിബിലിറ്റി കിട്ടും രാത്രിയിൽ എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഈ വണ്ടിയുടെ സ്പീഡോമീറ്ററൊക്കെ വരുന്നത് റെട്രോ സ്റ്റൈലിലുള്ള ഒരു ഡിജിറ്റലും അനലോഗും ചേർന്ന ഇൻസ്ട്രുമെൻ്റ് പാനലാണ്. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ട്രിപ്പർ നാവിഗേഷൻ ഉണ്ട്. ഇതിൻ്റെ വീൽസൊക്കെ അലോയ് വീൽസാണ്. അതുപോലെ തന്നെ ട്യൂബ്ലെസ് ടയറാണ്. നല്ല വൈഡായിട്ടുള്ള ടയറാട്ടോ. നല്ല ഗ്രിപ്പ് കിട്ടും റോഡിൽ. ഈ മെറ്റിയോർ എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 3,94,347 എക്സ് ഷോറൂം പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ സ്ഥലത്തും വ്യത്യാസം വരും കേട്ടോ. ഈ ഹിമാലയൻ 450 എന്ന് പറഞ്ഞത് കുറച്ച് മുമ്പേ ഇറങ്ങിയ മോഡലാണ്. ഇപ്പോൾ ഒന്നൊരു പുതുക്കി ഇറക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2,02,98,000 അതായത് 3 ലക്ഷം രൂപയാവും. ഇത് ഓഫ് റോഡ് ബൈക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ഈ കുന്നും കുഴിയുള്ള സ്ഥലത്തൂടെയെല്ലാം കയറി ഇറങ്ങി സുഖമായിട്ട് ഓടിച്ചു പോകുന്ന വണ്ടിയാണ്. നോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജാക്കറ്റും ഇവിടെയുണ്ട്. ഇതെല്ലാം പാഡഡ് ജാക്കറ്റ്സ് ആട്ടോ. ഈ ഇരിക്കുന്നത് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലാണ്. 350 cc. ഈ ഒരു ബൈക്കിന് ഭംഗി വേറെ എത്ര മോഡൽ ഇറങ്ങിയാലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇവിടെ ഒരു ബൈക്കിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സെറിമണി ഉണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ മേടിച്ചിരിക്കുന്നത് റോയൽ എൻഫീൽഡ് 350 തന്നെയാണ്. ഇവിടെയായിട്ട് ബൈക്കിൻ്റെ ഫുഡ് റെസ്റ്റ്, ക്രാഷ് ബാർ, പിന്നെ അത് ക്രാഷ് ബാർ തന്നെ പല ടൈപ്പുണ്ട്, കസ്റ്റം ടൈപ്പുണ്ട്. പിന്നെ അതിൻ്റെ മിററൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് അതൊക്കെ. പിന്നെ വിൻഡ്ഷീൽഡുണ്ട്. പിന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റുണ്ട്. ഇതെല്ലാം വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കമ്പനി തന്നെ ഇറക്കിയിരിക്കുന്നത്. ബാക്കി സീറ്റ് സ്പ്ലിറ്റ് സീറ്റൊക്കെ 4,500 വരും. 3,800 രൂപയുണ്ട്. പിന്നെ വിൻഷീൽഡ് വരുമ്പോഴത്തേക്ക് 3,300 വരും. ഇതിൻ്റെ അടിയിലത്തെ കാർഡ് വരുമ്പോഴത്തേക്ക് 3,700 വരും. ഈ ജാക്കറ്റൊക്കെ എന്നാ പ്രൈസ്? ജാക്കറ്റ് നമുക്ക് 4,500 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പാഡാണോ? പാഡാണല്ലേ? ഇത് ലെവൽ 1 പാഡിംഗ് ആണ് കിടക്കുന്നത്. ലെവൽ 1 പാഡിംഗ് ആണ് 4,500 വരുന്നത്. ലെവൽ 2 പാഡിംഗ് വരുമ്പോഴത്തേക്ക് 6,000 കൂടുതലാണ്. ഏത് ലെവൽ 2 ആ കിടക്കുന്നതാണോ? ഈ ബ്ലാക്ക് ലെവൽ 2 ആണ്. ഈ ബ്ലാക്ക് ഓറഞ്ച് ലൈനിങ് ഒക്കെ ഉള്ള ലെവൽ 2 ആണ്. അപ്പോൾ ഞാൻ ആ ഭാഗത്തുനിന്ന് നേരെ ബസ് കയറി കോട്ടയത്തിന് ബസ് കയറി കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡോടെ ബസ് ഇറങ്ങിയിട്ട് തിരിച്ച് നടന്ന് പുളിമൂട് ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ റോഡിങ്ങനെ പ്ലസ് രീതിയിലാണ് കിടക്കുന്നത്. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സൊക്കെ, ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഇടത്തേക്ക് തിരിഞ്ഞ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അപ്പോൾ ഞാനീ നിൽക്കുന്നതിൻ്റെ വലേ സൈഡിലാണ് വയസ്കരക്കുന്നെന്ന് പറയുന്ന സ്ഥലം. ഈ MC റോഡിൽ നിന്ന് പാലസ് റോഡെന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്, നേരെയുള്ള കുത്തനെയുള്ള കയറ്റം. അത് കയറി ഞാനിവിടെ മുകളിൽ വന്ന് നിൽക്കുക. ഇവിടെ കുറച്ച് വർഷം മുമ്പ് തുടങ്ങിയൊരു തിയേറ്ററുണ്ട്, ധന്യ രമ്യ എന്ന് പറഞ്ഞിട്ട്. അത് 2K ആണ്, 3D തിയേറ്ററാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ തിയേറ്ററിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ഹോട്ട് പോപ്കോണിൻ്റെയൊക്കെ മെഷീനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കൊന്ന് സിനിമ നടക്കുന്നുണ്ടാകുന്നു. ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആരെയും വെളിയിൽ കാണുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്ത BSNLൻ്റെ ഓഫീസുള്ളത്. ഇത് BSNLൻ്റെ മെയിൻ ഓഫീസാണ് കേട്ടോ. പിന്നെ ഈ റോഡ് നേരെ പോകുന്ന MC റോഡിലേക്കുള്ള കണക്ഷനാണ്. ഞാനിപ്പോൾ നേരത്തെ നിന്ന സ്ഥലത്തേക്കുള്ള കണക്ഷൻ. ഈ MC റോഡിൻ്റെ പാരലായിട്ട് 2 റോഡ് ഇവിടെയുണ്ട്. ആ രണ്ടാമത്തെ റോഡിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇടത് സൈഡിലേക്ക് പോവാം. ഇവിടെ വല സൈഡിലായിട്ട് ഗവൺമെൻറ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. വയസ്കര കോട്ടയം 1 എഴുതിയിരിക്കുന്നതാണ്. അത് പോസ്റ്റ് കോഡാണ് കേട്ടോ. 686001 ആണ് കോട്ടയത്തെ കോഡ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാർഷിക വികസന
കർഷകക്ഷേമ വകുപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് കൃഷി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം കാണാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ജില്ലാ ആയുർവേദ ആശുപത്രി വയസ്കരക്കുന്ന് ഡിസ്ട്രിക്റ്റ് ആയുർവേദ ഹോസ്പിറ്റൽ കോട്ടയം. ഈ കാണുന്ന ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം. ഈ ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ കോട്ടയം ഫയർ സ്റ്റേഷൻ ഉള്ളത്. ഇപ്പോൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫയർ സ്റ്റേഷൻ കോട്ടയം എന്ന്. ഇവിടെ ഒരു പ്ലസ് രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ഇത് അവിടെ നിന്ന് വരുന്നത് അതെന്ന് പറഞ്ഞാൽ കോട്ടയമാണ്. കോട്ടയത്ത് നിന്ന് നേരെ വന്ന ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ ബോട്ടിയെട്ടി, വലത്തേക്ക് പോയി കഴിഞ്ഞാൽ പുളിമൂടി ജംഗ്ഷൻ, നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്യാനിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ വയസ്കരക്കുന്ന് പറഞ്ഞ് അവിടെ എത്തും. ഇപ്പോൾ നമുക്ക് പോകേണ്ട ഇടത്തേക്കെന്ന് പറഞ്ഞാൽ ബോട്ടിയെട്ടിയുടെ ഭാഗത്തേക്ക്. അപ്പോൾ അങ്ങോട്ട് വളവ് തിരിഞ്ഞ് ഇറങ്ങുമ്പോഴേ വലത് സൈഡിലേക്ക് മഡോണ എന്ന് പറഞ്ഞൊരു വെഡ്ഡിങ് കാർഡൊക്കെ പ്രിൻ്റ് ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. വെഡ്ഡിങ് കാർഡ് മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ ഒരെണ്ണമൊക്കെ ചെയ്യാൻ എന്ത് ഒരു 1000 അല്ലേ? ഇപ്പോൾ ഈ ഗോൾഡ് ഇതിലുള്ള വ്യത്യാസമുണ്ടോ? അല്ല നല്ല റേറ്റ് വ്യത്യാസമുണ്ടോ? 1000 8x4 വലിയ ഷീറ്റിൽ CNC കട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? കട്ട് ചെയ്തെടുത്തിട്ട് അതേപോലെ ലേസർ എൻഗ്രേവിങ്. ഓക്കെ, കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ട് വലിയ ഷീറ്റിൽ 8x4 ഷീറ്റാണ്. അതായത് CNC കട്ട് ചെയ്തെടുത്തിട്ട് എൻഗ്രേവ് ചെയ്തിട്ട് ഇതല്ല അല്ലേ? ഏത് ഷേപ്പാണ് ആ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? റെഡിമെയ്ഡ് ആയിട്ട്. റെഡിമെയ്ഡ് അല്ലേ? തടിയിലേക്ക് തടി ഗ്ലാസ്സിലേക്കൊക്കെ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എത്ര ആൾ നിൽക്കുകയും കുറേ ആൾ കിടക്കും അല്ലേ? എത്ര നാളുകളിൽ സാധാരണ ഇത് കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവാറില്ല. ഈ എൻഗ്രേവിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ തടി പൊഴിച്ചേക്കല്ലേ, തടി പൊഴിക്കുമ്പോഴത്തേക്ക് അതിന് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകത്തില്ല. അത് അതുപോലെ തന്നെ നിൽക്കും. പല വെറൈറ്റിയിലുള്ള വെഡ്ഡിങ് കാർഡ്സൊക്കെയാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പല ഡിസൈൻസ് ഉണ്ട്. പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന മെഷീനല്ലേ? പ്രിന്റ് ഓൺ ഡിമാൻഡ് ഇത് അറൗണ്ട് 25 lakhs. ഇത്ര ഉണ്ടോ? ഒരു ബുക്ക് വരെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഇതിൽ ഒരാൾക്ക് ഒരു പബ്ലിഷ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 100 ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്സെറ്റിനകത്ത് പ്ലേറ്റ് വേണം, പ്രിന്റിങ് വേണം, അതിന് ഒത്തിരി എക്സ്പെൻസീവാണ്. നമുക്ക് ഒരു ബുക്ക് ചെയ്യണമെങ്കിൽ പോലും ചെറിയ കാശേ വരത്തുള്ളൂ. 100 ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപയ്ക്കുണ്ടെങ്കിൽ ഒരു 100 പേജിൽ ബുക്ക് ചെയ്തെടുക്കാം. ഇത് കളർ പ്രിന്റിങ് മെഷീൻ. ഒരുമിച്ച് അടിച്ചു കൊടുക്കും. ഈ ബോട്ടിഘട്ടിലേക്കുള്ള വഴി മുഴുവൻ ഈ വണ്ടി പൊളിച്ചു വയ്ക്കുന്ന പാർട്സുകളൊക്കെ ഇല്ലേ? ഇതൊക്കെല്ലാം ബൈക്കിൻ്റെ ഫുള്ള് ബൈക്കിൻ്റെയാണോ? ഇതല്ലാതെ യൂസ്ഡ് അല്ലാതെ വേറെ പുതിയ യൂസിന് മാത്രമല്ലേ? ഇതെങ്ങനെയാ ഒറിജിനൽ ഇതിന്റെ വില എങ്ങനെയാ? ഈ ടോക്കോസ് മൂന്നിലൊന്നാണ് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് കച്ചവടം നടന്നില്ല. 1500 രൂപ വിലയുള്ള സാധനത്തിന് നമ്മളിവിടെ 800 രൂപ 1000 രൂപ അതൊക്കെ വല്ല നടന്നില്ല. മൂന്നിലൊന്ന് വിലയ്ക്ക് എല്ലാ ജോലറിന്റെ സ്പേഴ്സുകളും ഇവിടെ ഒരു ബൈക്ക് ഇല്ല, അപ്പാച്ചി RTR ആണെന്ന് തോന്നുന്നു. ഇവിടെ കൊണ്ട് പൊളിക്കാണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ യൂസ്ഡ് ടയറൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം എന്നാ വെച്ചാൽ 10 വർഷം കഴിഞ്ഞ ടയറിനൊക്കെ പൊട്ടൽ വീഴും. പൊട്ടൽ വീഴുന്ന ടയർ
ചെറിയ വിള്ളൽ വീണ ടയർ എപ്പോൾ വേണമെങ്കിലും സ്പീഡിൽ പോകുമ്പം പൊട്ടിയ അപകടം ഉണ്ടാകാം. അപ്പോൾ ടയറൊക്കെ എപ്പോഴും പുതിയ തന്നെ മേടിക്കുന്നത് നല്ലത്. ഹൗസിംഗ് ആയി എല്ലാ പാർട്സും ഇവിടെ കിട്ടുമല്ലേ വലിയ വണ്ടിയുടെയൊക്കെ? ഏതൊക്കെ വണ്ടിയുടെ ഇവിടെ എപ്പോഴും ഉള്ളത്? ടാറ്റയുടെ ഒക്കെ കിട്ടും അല്ലേ? ഇതുണ്ടോ, ഇതൊക്കെ ലോറിയുടെയും ബസ്സിൻ്റെയൊക്കെ ലീഫ് സ്പ്രിങ് എന്ന് പറയും. ഇവിടെ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ പകുതി തുറന്ന പടി ഇരിപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊരു അതിൻ്റെ മെക്കാനിസം എല്ലാം നമുക്ക് കാണാം. ഇതൊരു ഹീറോ ഹോണ്ട ഫാഷൻ പ്ലസിൻ്റെ എഞ്ചിനാണെന്ന് തോന്നുന്നു. ഏത് വണ്ടിയുടെ ഒക്കെ? അത് മോട്ടറിൻ്റെ മിഷനറിയും മോട്ടറും വണ്ടിയുടെ വലിയ ബെയറിങ് അല്ലേ? വലിയ ബെയറിങ്. കൈയുടെ വലുമ്പ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കട മുഴുവൻ എഞ്ചിൻ്റെ പൊളിച്ച പാർട്സാണ് കേട്ടോ. എഞ്ചിന് ഗിയർ ബോക്സ് എല്ലാം പൊളിച്ചിരിക്കുന്ന ഓരോരോ പാർട്സാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഓരോ പാർട്സിനൊക്കെ നല്ല വിലയുള്ളതാണ്. ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പം ഇടത് സൈഡിലുണ്ട് വണ്ടിയുടെ അലോയ് വീൽസ് എല്ലാം വിൽക്കുന്ന, കാറിൻ്റെ അലോയ് വീൽസ് എല്ലാം വിൽക്കുന്ന ഷോപ്പുണ്ട്. അതെല്ലാം യൂസ്ഡ് ആണ്. യൂസ്ഡ് അലോയ് വീൽസൊക്കെ മേടിക്കുമ്പോൾ അത് നോക്കി മേടിക്കണം കേട്ടോ. റൗണ്ടാണോ, ക്രാക്കുണ്ടോ, അങ്ങനെ പല കാര്യം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് മേടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ ഒരു അലോയ് വീൽസിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 30,000 40,000 രൂപ വിലയൊക്കെ വരത്തില്ലേ. അപ്പോൾ ഇവിടെ ഇത് ഒരു അലോയ് വീല് ഒരു 3,000 രൂപയ്ക്ക് കിട്ടും. കുറച്ചുകൂടി താഴോട്ട് നമ്മൾ നടക്കുമ്പം ഇടത് സൈഡിലായിട്ടൊരു ബിൽഡിംഗ് കാണാം. കുറച്ച് പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ഓഫീസ്, കോട്ടയം കൃഷിഭവൻ, കോട്ടയം മുനിസിപ്പാലിറ്റി. ഇവിടെ വേറൊരു പൊളിക്കുന്ന ഷോപ്പുണ്ട്. ഇവിടെ മുഴുവൻ കാറുകളാണ് കേട്ടോ. കാറിൻ്റെ പാർട്സ് മാത്രമേ ഉള്ളൂ. മാരുതി കാറാണ് ഇവിടെ കിടക്കുന്നതൊക്കെ. ഇവിടെ മാരുതി ഫുള്ള് അല്ലേ? അപ്പോൾ എന്തെങ്കിലും മാരുതിയുടെ സാധനം വേണമെങ്കിൽ പോന്നാൽ മതി. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് തൊട്ട് താഴെയായിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഇവിടുത്തെ പഴയ ബോട്ടിയെട്ടി, കോട്ടയത്തെ പഴയ ബോട്ടിയെട്ടി. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു പാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉദ്ഘാടനം നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. കേരള സർക്കാർ കച്ചേരിക്കടവ് വാട്ടർ ഹബ്ബ് നിർമ്മാണം 12/1/2015 2015 ഇത് പുതുക്കി പണിതാണ് കേട്ടോ. 2015 പുതുക്കി പണിത ആ ഒരു ഇതൊക്കെയാണെന്ന്, ബിൽഡിങ് പോലത്തെ സ്റ്റെയർ കേസൊക്കെ ഉണ്ട് മുകളിലോട്ട് കയറാനായിട്ട്. കാസ്റ്റ് അയൺ കൊണ്ടുള്ള മേശയും കസേരയാണ് കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈ പഴയ ബോട്ടിയാട്ടിയുടെ വെളിയിൽ കൂടെയുള്ളൊരു വ്യൂ കാണാം. അപ്പോൾ ഇവിടെ മുഴുവൻ ഈ പോളശല്യം കാരണമാണെന്ന് തോന്നുന്നു ഉപേക്ഷിച്ചത്. അതിന് നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന കെട്ടിടം കേട്ടോ. ഹബ്ബെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഫുള്ള് പോളയാണ്. ഇത് മുഴുവൻ വെള്ളം കേട്ടോ ഇതിനടിയിൽ. എന്തായാലും വളരെ നഷ്ടമായിപ്പോയി. നല്ലൊരു ഹബ്ബായിരുന്നു ഇത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.